ഈ ചാർട്ടിൽ പ്രൈസ് എവിടെയാണ് ആക്ച്വലി ബിസിനസ് ചെയ്തത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ക്യാൻഡിൽസ് നോക്കിയാൽ പ്രൈസ് എവിടെ പോയി എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് പ്രൈസിലാണ് കൂടുതൽ ട്രേഡിംഗ് നടന്നത്? മാർക്കറ്റ് എവിടെയാണ് വാല്യൂ ബിൽഡ് ചെയ്തത്? ഏത് ഏരിയയിലാണ് കൂടുതൽ വോളിയം ഉള്ളത്? എവിടെയാണ് കുറവ് വോളിയം ഉള്ളത്? ഇതൊക്കെ ഒരു സിംഗിൾ ടൂൾ ഉപയോഗിച്ച് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. പക്ഷേ ഈ FRVP ഉപയോഗിച്ച് കിട്ടുന്ന പ്രൊഫൈൽ നോക്കിയിട്ട് POC, വാല്യൂ ഏരിയ ഹൈ, വാല്യൂ ഏരിയ ലോ വോളിയം നോഡ്, ഹൈ വോളിയം നോഡ്, ഇതെല്ലാം തമ്മിൽ കൺഫ്യൂസ് ആകുന്നത് വളരെ കോമൺ ആണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഒരു റിയൽ ചാർട്ട് എടുത്ത് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഓരോ കൺസെപ്റ്റും ഓരോ കമ്പോണൻറ്റും സിമ്പിളായിട്ട് നോക്കാം. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. ഈ ടൂള് നിങ്ങളുടെ ടെർമിനലിൽ അവൈലബിൾ ആണ്. ഈ പേരിൽ പറയുന്ന പോലെ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ, ഒരു ഫിക്സഡ് റേഞ്ചിലുള്ള വോളിയം പ്രൊഫൈൽ, അതാണ് നമ്മൾ ഈ ടൂളിലൂടെ കാണാൻ പോകുന്നത്. ഈ ടൂൾ നിങ്ങളുടെ ടെർമിനലിൽ അവൈലബിൾ ആണ്. ആ ടൂളെടുത്ത് ഞാനിവിടെ ഒരു പർട്ടിക്കുലർ റേഞ്ച് സെലക്ട് ചെയ്യണം. ഇത് ഓരോ ഡേയ്സ് ആണ്. ഞാനിപ്പോൾ ഈ ഒരു ഡേൻ്റെ വോളിയം പ്രൊഫൈലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആ ടൂൾ ഉപയോഗിച്ച് ഞാൻ ഡേ സ്റ്റാർട്ട് മുതൽ ഡേ എൻഡ് വരെ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ടൂള് നമുക്ക് കുറേ ഡാറ്റാസ് കാണുന്നുണ്ട് ഇവിടെ. ഈ സെലക്റ്റഡ് റേഞ്ചിനുള്ളിൽ നടന്ന വോളിയം ആണ് നമ്മൾ ഈ പ്രൊഫൈലിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊഫൈൽ എങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും, എങ്ങനെ നമ്മളിത് മനസ്സിലാക്കണം എന്ന് നോക്കാം. യൂഷ്വലി കാണുന്ന ഈ താഴ്ഭാഗത്ത് കാണുന്ന വോളിയം ഉണ്ടാവും ഈ ഒരു സൈഡിൽ. ആ വോളിയം നമുക്ക് ടൈമുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ടൈം വൈസാണ് ആ വോളിയം അവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ പ്രൈസ് വൈസ് നമുക്ക് ഈ വോളിയം കാണാൻ പറ്റും. ഹൈ നീളമുള്ള ബാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 4389, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വോളിയം കൂടുതലായിരുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു, ഇവിടെയും കുറഞ്ഞു. ആൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വോളിയം കൂടുതലായിരുന്നു എന്ന് നമുക്ക് ഈ വോളിയം ഹൊറിസോണ്ടൽ ഈ ഹിസ്റ്റോഗ്രാംസിലൂടെ, ഈ ഹൊറിസോണ്ടൽ ബാർസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനിടയിൽ 3 ലൈൻസ് കാണാം. ഈ 3 ലൈൻ എന്താണ്? ആദ്യം POC എന്താണെന്ന് നോക്കാം. POC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഈ മൊത്തം ഹിസ്റ്റോഗ്രാമിലെ ഏറ്റവും ലെങ്ത് കൂടിയ ബാറിലായിരിക്കും POC വന്ന് നിൽക്കുക. പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്നാണ് നമ്മൾ പറയാം. ഇതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് 4333, ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഡേ, ഈ ഒരു സെലക്റ്റഡ് റേഞ്ചിൽ കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പ്രൈസിലാണ് കൂടുതൽ ബിസിനസ് നടന്നിരിക്കുന്നത്. അതാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇനി ഈ POC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മേലെ ഈ ഒരു ലൈനും ഈ താഴത്തെ ലൈനും, ഈ 2 ലൈനും കൂടി ചേർന്ന് ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയാണ് വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വാല്യൂ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിലെ 70% ബിസിനസ് നടന്ന റേഞ്ചാണ്. 70% ബിസിനസ് നടന്ന റേഞ്ചാണ് വാല്യൂ ഏരിയ. ഈ വാല്യൂ ഏരിയയിൽ നമുക്ക് മേലത്തെ ഒരു ബൗണ്ടറി കാണാം. ഇതാണ് വാല്യൂ ഏരിയ ഹൈ, VAH. അപ്പർ എക്സ്ട്രീമായിട്ട് വാല്യൂ ഏരിയ ഹൈ. ആൻഡ് താഴെ ഒരു ലോവർ എക്സ്ട്രീം ഉണ്ട്. ഇതാണ് വാല്യൂ ഏരിയ ലോ, VAL. സോ നമ്മൾ എന്താ കണ്ടെത്തി? വാല്യൂ ഏരിയ ലോ, വാല്യൂ ഏരിയ ഹൈ, POC ആൻഡ് അതുപോലെ ഇവിടെ കാണുന്ന പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഹിസ്റ്റോഗ്രാംസും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വേറെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഹിസ്റ്റോഗ്രാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കൂടുതൽ ഈ ഒരു സൈഡ് കുറച്ച് ബാർസ് ഉണ്ട്, ഈ ഒരു സൈഡ് ബാർസ് ഇല്ല, ഈ ഒരു സൈഡ് ബാർസ് കുറവാണ്, ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരുപാട് തിക്കായിട്ട് ബാർസ് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതാണ് ഹൈ വോളിയം നോഡ്, ലോ വോളിയം നോഡ് എന്നൊക്കെ പറയുന്നത്. ഈ തിക്കായിട്ട് നിൽക്കുന്ന ഇതൊരു ഹൈ വോളിയം നോഡാണ്, ഇതൊരു ഹൈ വോളിയം നോഡാണ്. അതുപോലെ ഇവിടെയും കുറച്ച് തിക്കായി നിൽക്കുന്നുണ്ട്, ഇതും ഒരു ഹൈ വോളിയം നോഡാണ്. വോളിയം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത പ്രൈസ് പോയിൻ്റ് എല്ലാം ഹൈ വോളിയം സോൺസ് ആണ്, ഹൈ വോളിയം നോട്ട്സ് ആണ്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഇല്ല, ഇത് ലോ വോളിയം നോട്ട്സ് ആണ്. ലോ വോളിയം നോട്ട്സ് അവിടെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബിസിനസ് അധികം നടന്നിട്ടില്ല, അധികം ട്രേഡ്സ് നടന്നിട്ടില്ല, അധികം ബിസിനസ് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ലോ വോളിയം നോട്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ കൂടുതൽ ബിസിനസ് നടന്നിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ ബിസിനസ് ഈ ഒരു ഏരിയയിൽ നടന്നിട്ടുണ്ട്. അതാണ് ഹൈ വോളിയം നോട്ട്. ഇത്രയും ബിസിനസ് ഇവിടെ നടന്നുകൊണ്ടാണ് മാർക്കറ്റ് വാല്യൂ ഏരിയ ഇതിനകത്ത് കണ്ടെത്തിയതും ആ വാല്യൂ ഏരിയയിൽ തന്നെ കൂടുതൽ ബിസിനസ് നടന്ന ഒരു പ്രൈസ് പോയിൻറ്റും കണ്ടെത്തിയത്. സോ നമുക്ക് ആ ഒരു റേഞ്ചിലെ വാല്യൂ ഏരിയ ഹൈ എന്താണെന്ന് മനസ്സിലായി, POC എന്താണെന്ന് മനസ്സിലായി, വാല്യൂ ഏരിയ ലോ എന്താണെന്ന് മനസ്സിലായി, ഹൈ വോളിയം നോഡ്, ലോ വോളിയം നോഡ്, വാല്യൂ ഏരിയ, ഇതൊക്കെ മനസ്സിലായി. ഈ 3 ലെവലും ഒരുമിച്ച് നമുക്ക് എങ്ങനെ നോക്കാം? ഇത് 3ഉം ഒരു സെലക്റ്റഡ് റേഞ്ചിലെ ഇമ്പോർട്ടൻറ്റ് വോളിയം സ്ട്രക്ചറാണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു ബേസിക്കായിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ
എവിടെയാണ് വാല്യൂ ഏരിയ ഹൈ ഉള്ളത്, എവിടെയാണ് വാല്യൂ ഏരിയ ലോ ഉള്ളത്, എവിടെയാണ് POC ഉള്ളത്, ഹൈ വോളിയം നോട്ട്സ് എവിടെയൊക്കെയാണുള്ളത്, ലോ വോളിയം നോട്ട്സ് എവിടെയൊക്കെയാണുള്ളത്. ഇതാണ് നമ്മൾ ആദ്യം ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിയറിയൊക്കെ മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എവിടെയാണ് ആ ഒരു ദിവസം ഈ ഒരു സെലക്റ്റഡ് റേഞ്ചിൽ എവിടെയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എവിടെയാണെന്ന് കണ്ടെത്തി, അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ ഏരിയ എവിടെയെന്ന് കണ്ടെത്തി, 70% ബിസിനസ് എവിടെയാണ് നടന്നതെന്ന് കണ്ടെത്തി, അതിൽ തന്നെ കൂടുതൽ ബിസിനസ് നടന്ന പ്രൈസ് പോയിൻ്റ് POC നമ്മൾ കണ്ടെത്തി, ബൗണ്ടറീസ് അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രീംസ് VHും VLും കണ്ടെത്തി, ഹൈ വോളിനോട് ലോ വോളിനോട് ഇവയൊക്കെ കണ്ടെത്തി. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് വാണിംഗ് കൂടെ ഉണ്ട്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാക്റ്റ് എൻട്രി പോയിൻ്റ് അല്ല കിട്ടുന്നത്. ഇത് നമ്മളോട് ഇവിടെ ബൈ ചെയ്യണം അവിടെ സെല് ചെയ്യണം എന്നതല്ല പറയുന്നത്. പക്ഷേ മാർക്കറ്റിൽ എവിടെയാണ് കൂടുതൽ ബിസിനസ് നടന്നത്, എവിടെയാണ് അന്നത്തെ ദിവസം മാർക്കറ്റ് എവിടെയാണ് വാല്യൂ കണ്ടെത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ. നമുക്ക് ഈ ഒരു ദിവസം ഈ ഒരു സെലക്റ്റഡ് റേഞ്ചിൽ വാല്യൂ വരെ കണ്ടെത്തിയെങ്കിൽ മറ്റൊരു ദിവസം അതിനടുത്ത ദിവസം ട്രേഡിംഗ് ഡേ അവസാനിക്കുമ്പോൾ ആ വാല്യൂ മേലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ മേലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് വാല്യൂ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ മേലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, വാല്യൂ എന്തുകൊണ്ട് മേലോട്ട് പോയി? ഇവിടെ 70% ട്രേഡ് ഇവിടെ നടന്നിരുന്നു. അതിനുശേഷം അടുത്ത ഡേ എന്തുകൊണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 70% ട്രേഡ് നടന്നു? ഇനി അതിനടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വാല്യൂ ഏരിയ ചേഞ്ച് ആയിട്ടുണ്ടോ? പിന്നെയും മേലോട്ട് ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ ബൈയിങ് സ്ട്രെങ്ത്താണ് കാണുന്നത്. ബയേഴ്സ് പുതിയ വാല്യൂ ഏരിയാസ് ബിസിനസ്സസ് പുതിയ ഹയസ്റ്റ് പ്രൈസ് റേഞ്ചിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇതാണ് വാല്യൂ ഏരിയ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്താണ്, POC, വാല്യൂ ഏരിയ, VH, VAL, HVN, LVN ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തായി നമ്മൾ ഇതിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണ് വാല്യൂ ഏരിയ മൈഗ്രേഷൻ എന്ന് പറയുന്നത്.